അങ്ങനെ ചൂടുകാലമായി ഒരുപാട് പേര് ചോദിക്കുന്ന പോലെ എ സി എടുക്കാനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ ഏത് എ സി എടുക്കണം? പോർട്ടബിൾ എ സിയെക്കുറിച്ച് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ 4 വർഷം മുമ്പ് ചെയ്തൊരു എ സി ആണിത്, ഈ കാണുന്ന ഒരു പോർട്ടബിൾ എ സി. പലരും ചോദിക്കാറുണ്ട് ഇത് പോർട്ടബിൾ എ സി ആണോ അതോ ഒരു കൂളറാണോ എന്നുള്ള. ഇതൊരു പോർട്ടബിൾ എ സി തന്നെയാണ്. ഈ കാണുന്ന ഈ ഒരു വലിയ യൂണിറ്റിനകത്ത് തന്നെ ഇവാപ്പറേറ്റർ അസംബ്ലിയും കണ്ടൻസർ അസംബ്ലിയും ബ്ലോവർ ഫാനും എല്ലാം അടങ്ങുന്ന ഒരു പോർട്ടബിൾ എ സി ആണ്. എന്നാൽ ഈ ഒരു പോർട്ടബിൾ എ സി വാങ്ങുന്നതാണോ നല്ലത് അതോ ഒരു നോർമൽ സ്പ്ലിറ്റ് യൂണിറ്റ് എ സി വാങ്ങുന്നതാണോ നല്ലത്? ഒരുപാട് പേര് ഇഷ്ടം പോലെ കമൻസ് ആണ് ചോദിക്കുന്നത്. കാരണം ഇത് വർത്താണോ, ഗുണമുണ്ടോ? ഒരുപാട് പേര് ഗുണം ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 വർഷത്തെ എൻ്റെ കൃത്യമായിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ തീരുന്നതായിരിക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി, MJet Explorer എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഏതായാലും തുടങ്ങാം. പലരും ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിയത്? ഈ കാണുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഇത് അൺബോക്സ് ചെയ്യുന്നതും ഫിറ്റ് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി അടുത്തൊരു ചോദ്യം, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. ഞാൻ അന്ന് എടുക്കുന്ന സമയത്ത് ഏകദേശം ഇതിനൊരു 34,000 സംതിങ് എങ്ങാണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പം വലിയ വ്യത്യാസമില്ല. ചില സൈറ്റുകളിൽ 31,900 കിടപ്പുണ്ട്, ചിലതിൽ 34,000 രൂപയും ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗുണദോഷങ്ങൾ നോക്കാം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു നെഗറ്റീവ് സൈഡ് തൊട്ട് തന്നെ തുടങ്ങാം. കറണ്ട് ബില്ല് കുറച്ച് കൂടുതലായിരിക്കും, ഒരു സംശയമില്ല. കാരണം കൂടെ പറഞ്ഞുതരാം. ഈ ഒരു യൂണിറ്റ് നമ്മുടെ റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് റൂമിനകത്തുള്ള എയർ വലിച്ചെടുത്ത് തന്നെയാണ് ഇതിൻ്റെ കണ്ടൻസർ യൂണിറ്റ് തണുപ്പിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എയർ വലിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ റൂമിലുള്ള എയറിൻ്റെ പ്രസൻസ് ഇതിനകത്ത് കുറച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ഫ്രഷ് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അതൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സാധാരണ നമ്മുടെ വീടുകളിൽ വെക്കുന്ന നോർമൽ എ സി, സ്പ്ലിറ്റ് യൂണിറ്റ് എ സിക്കകത്ത് നമുക്കൊരിക്കലും ഫ്രഷ് എയർ സർക്കുലേഷൻ നടക്കുന്നില്ല. റൂമിലുള്ള അതേ എയർ തന്നെ പിന്നെയും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഫ്രഷ് എയർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് എയർ എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ്റെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ റൂമിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. ഞാനീ പറയുന്നത് 1-2 ദിവസം യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, മറിച്ച് ഒരു 4 വർഷം യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. 2022 ഫെബ്രുവരിയിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. അന്നേരം തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നൊരു വീഡിയോ ആണ്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനി പവർ കൺസപ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പവർ കൺസപ്ഷൻ ഇതിന് കൂടുതലാണ്. ഇനി ഒരു ദോഷം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പറയുമ്പോൾ ഒരു ഗുണം കൂടെ പറഞ്ഞുതരാം. സ്പ്ലിറ്റ് യൂണിറ്റ് എ സി നിങ്ങൾ ഏത് റൂമിലാണ് ഫിറ്റ് ചെയ്യുന്നത് അവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് പിന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എ സി ഗ്യാസ് മാറ്റണം, ലൈൻസ് എല്ലാം ഒരണം, അടുത്ത റൂമിൽ കൊണ്ടുപോയി ഒരു ഹോൾ ഇട്ട് അവിടെ നിന്നുള്ള കണക്ഷൻസ് എല്ലാം പുറത്ത് കൊടുക്കണം, പിന്നെ എ സി ഗ്യാസ് ഫില്ല് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ അതൊരു തൊല്ലയാണ്. പക്ഷേ റെൻ്റൊക്കെ താമസിക്കുന്ന ആൾക്കാരും ടെമ്പററി ആയിട്ടൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ താമസിക്കുന്നവർക്കും ഇത് അടിപൊളിയാണ്. അപ്പോൾ കുറച്ചുപേരെങ്കിലും ചോദിക്കായിരിക്കും ഞാൻ ടെമ്പററി ആണോ? അല്ല, ഈ ഒരു പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു വ്യക്തിയാണ്. ഇപ്പോഴും ഈ റൂമിൽ ഈ ഒരു എ സി തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഓഫീസ് റൂമിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ റൂമിലോട്ട് ഞാനിതൊന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചുമ്മാ തള്ളിക്കൊണ്ട് പോകാം. കാരണം ഇതിൻ്റെ താഴെ വീൽസ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കൊടുക്കാത്തത്. ഇപ്പോഴും പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന്. ഞാനിത് കൊടുക്കുന്നില്ല. അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ എനിക്കിത് അതുപോലെ യൂസ്ഫുൾ ആണ്. കറണ്ട് ബില്ല് കൂടിയെന്ന് പറഞ്ഞാലും എവിടെ വേണമെങ്കിലും എനിക്ക് എ സി ആക്കാൻ സാധിക്കും. കാരണം ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് എ സി വെക്കണമെന്നുണ്ടെങ്കിൽ ഭിത്തി തുളച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പൈപ്പെല്ലാം ആഡ് ചെയ്ത് എ സി ഗ്യാസ് എല്ലാം ഫില്ല് ചെയ്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ അടിപൊളി. അതായത് റെൻ്റൽ ഹൗസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് താമസം മാറി പല സ്ഥലങ്ങളിൽ പോകുന്നവർക്ക് ഇവൻ കിടുവാണ്. പിന്നെ ഒരുപാട് പേര് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഈ ഒരു ബ്രാൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നൊരു ബ്രാൻഡ്, അല്ലെങ്കിൽ അവർ 5 പൈസ എനിക്ക് തരുന്നില്ല. ഞാനായിട്ട് പൈസ കൊടുത്തു, ഞാൻ മേടിച്ചു. ഞാൻ എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് പറഞ്ഞു. നെഗറ്റീവ് ഞാൻ പറഞ്ഞ പോലെ കറണ്ട് ബില്ല് കൂടുതലാണ്, അതിലൊരു സംശയമില്ല. കറണ്ട് ബില്ല് ആസ് ഇറ്റ് ഈസ് നോർമൽ ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് എ സി കഴിഞ്ഞും ഇതിന് കൂടുതലാണ്. പക്ഷേ പണി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വൃത്തിയായിട്ടുള്ള സർവീസുകൾ കറക്റ്റ് ആണെങ്കിൽ, കാരണം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇതിൻ്റെ ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യണം. അതായത് ഫിൽറ്റേഴ്സ് ഡസ്റ്റി ആവും, ഉറപ്പായിട്ടും ഡസ്റ്റ് ആവും. കാരണം റൂമിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇവൻ വലിച്ചെടുക്കും. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ക്ലീനറായിട്ടും വർക്ക് ചെയ്യും. പലർക്കും അറിയത്തില്ലായിരിക്കും. ഇതിൻ്റെ കണ്ടൻസറിൻ്റെ അവിടെ വരുന്ന ഫിൽറ്റേഴ്സൊക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മുഴുവൻ പൊടിയായിരിക്കും. ഈ പൊടിയൊക്കെ കൃത്യമായിട്ട് ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ ഒരു രീതിക്കുള്ള കുഴപ്പം നമ്മുടെ എ സിക്ക് വരുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു എ സി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എ സി എടുക്കാനാണെങ്കിൽ രണ്ടാമത്തെ നെഗറ്റീവ് കൂടെ പറഞ്ഞുതരാം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ്. നമ്മുടെ നോർമൽ സ്പ്ലിറ്റ് യൂണിറ്റ് എ സി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു
ബ്ലോവർ ഫാൻ കറങ്ങുന്നതിന് ചെറിയൊരു ഒച്ച അത് ഒട്ടും തന്നെ കേൾക്കില്ല. പക്ഷേ ഇവിടെ നമുക്ക് കംപ്രസർ യൂണിറ്റ് കറങ്ങുന്നതിൻ്റെ ഒരു സൗണ്ട്, കംപ്രസറിൻ്റെ ബ്ലോവറിൻ്റെ 2 ബ്ലോവേഴ്സ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് എയർ ഇങ്ങോട്ട് തരാനും ഒരു എയർ വലിക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളത്. അപ്പം 2 ബ്ലോവർ ഫാൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ 2 ബ്ലോവർ ഫാനിൻ്റെ സൗണ്ട് നമുക്ക് കിട്ടും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചെറിയൊരു മോട്ടർ കറങ്ങുന്ന ഒച്ച നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പണ്ടത്തെ AC ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, വിൻഡോ AC പോലത്തെ വലിയ AC യൂണിറ്റ്സിൻ്റെയൊക്കെ വർക്കിംഗ് സൗണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് ബുദ്ധിമുട്ടുള്ളവർ ഒരു കാരണവശാലും ഈ ഒരു AC വാങ്ങരുത്. അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഇത് മേടിക്കാം. കാരണം ഞാൻ ഇപ്പോഴും ഇത് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കിവിടെ ഭയങ്കര കംഫർട്ടബിളാണ്, പിള്ളേർക്ക് ബുദ്ധിമുട്ടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റൂമിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് നിൽക്കുന്നത്. ചുമ്മാതെയാണ്, ഈ തള്ളുന്നവർ ചുമ്മാ ഇരുന്ന് തള്ളിയേച്ചും പോകുന്നല്ലാതെ അതിൽ കഥയൊന്നുമില്ല. കാരണം യൂസ് ചെയ്തവർ പറയുന്ന പോലെയല്ല, ചുമ്മാ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്ന പോലെയല്ല. ഈവൻ എനിക്ക് ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്. എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള 2 കംപ്ലയിൻറ്റ്സ്, ഒന്ന് കറണ്ട് ബില്ല് കുറച്ച് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം ചെറിയൊരു സൗണ്ട് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, സൗണ്ടിൻ്റെ ഒരു പ്രശ്നം. ഇതല്ലാതെ വേറെ ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഈ ഒരു AC എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ വേനൽക്കാലമാണോ ഒരുപാട് പേര് വന്ന് കമൻസിൽ ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇനി 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. കൂളിംഗ് എങ്ങനെയുണ്ടെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നല്ല കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു AC-യിൽ നമുക്ക് കിട്ടുന്ന കൂളിംഗ് എങ്ങനെയാണോ നമ്മൾ ഇടുന്ന പോലെ. ഇതിലിപ്പം 18, എനിക്ക് തോന്നുന്നു 17 ഇതിൻ്റെ ഏറ്റവും ലോ കൂളിംഗ് എന്ന് പറഞ്ഞാൽ. 17 ഇട്ട് കഴിഞ്ഞാൽ റൂം നല്ല രീതിക്ക് തന്നെ കൂളാകുന്നതായിരിക്കും. പിന്നെ പുറത്തുനിന്ന് എയർ വലിക്കുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. കാരണം ഡോറൊക്കെ അടയ്ക്കാൻ പോകുന്ന സമയത്ത് ആ എയർ അകത്തോട്ട് കയറുന്നതിൻ്റെ ആ ഒരു പ്രഷർ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതൊന്നൊരു നെഗറ്റീവ് സൈഡിൽ, ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ല. കാരണം എയർ സർക്കുലേഷൻ എപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് ഇതിൽ കംപ്രസർ വരുന്നുണ്ടോ എന്ന്. ഇത് സാധാരണ ഒരു AC തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു കൂളറൊക്കെ അല്ലേ, ഇത്ര ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും കൂളറാണോ എന്ന് ചോദിച്ചിട്ടുള്ള പലരും ഉണ്ട്. പക്ഷേ ഇത് കൂളറല്ല, ഇതൊരു പ്രോപ്പർ AC തന്നെയാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു 3ാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ആദ്യത്തെ വീഡിയോ ഇതിൻ്റെ ഫുൾ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം പറയുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 2 വർഷം മുമ്പ് ഇതിൻ്റെ ഫുൾ ഒരു റിവ്യൂവും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്നു 4 വർഷം, തോന്നുന്നല്ല, കറക്റ്റ് പറഞ്ഞാൽ 4 വർഷത്തെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക. ഞാൻ വേണമെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ സാധിക്കും.